ഇനി എന്ത് ക്രാഫ്റ്റ് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൈപ്പ് ക്ലീനേഴ്സിന്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പൊ ഇനി കുറച്ചു കാലത്തേക്ക് പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഇതേപോലെ 2 പൈപ്പ് ക്ലീനർ എടുത്ത് ഈ കാണുന്നത് പോലെ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കണം. സത്യം പറഞ്ഞാൽ പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം എളുപ്പ പണി തീരും. 5 മിനിറ്റ് പോലും വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് ചെറുതായിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഇഷ്ടംപോലെ പൈപ്പ് ക്ലീനേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അറിയത്തില്ല ശരിക്കും ഇത് വെച്ച് എന്താ ചെയ്യേണ്ടത്, ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താ. പണ്ട് ഇതൊക്കെ അവിടെ ഇവിടെയും കിടന്ന് അങ്ങനെ കുറെ അങ്ങ് കളഞ്ഞുപോയി. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അറിയാന്നുള്ളത് പൈപ്പ് ക്ലീനേഴ്സ് ഒക്കെ വെച്ച് നമുക്ക് എന്തെല്ലാം ക്രാഫ്റ്റ് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സൂക്ഷിച്ചു കണ്ടാൽ ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ സാരമില്ല, വീഡിയോ ഒന്നുകൂടെ കണ്ടോ. 2 വട്ടം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഒന്നുകൂടെ കണ്ടോ. ശരിക്കും ഞാൻ ഇത് വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൂവാണ്. ഇങ്ങനെ പൂ ഉണ്ടാക്കി കഴിഞ്ഞ് പൂവിന് സ്റ്റെം കൂടെ വെച്ചെടുത്തപ്പോ അടിപൊളിയായി. പക്ഷെ ഞാൻ ഒന്നല്ല, ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസ് കൂടെ എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇതുപോലെ പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലല്ലേ ഒരു മാച്ചിങ് തോന്നത്തുള്ളൂ. പക്ഷെ അതൊന്നും അല്ല പ്രശ്നം. ഞാൻ ഇതെല്ലാം വെച്ച് വന്നപ്പോൾ ഇതിന് എന്തോ ഒരു അപാകത ഉള്ളതുപോലെ, കളർഫുൾനെസ് കൂടിപ്പോയിട്ടാണോ. എന്തായാലും ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.